സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഇവിടെ ആരും ഇല്ലേ? കമോൺ ഗൈസ്, ഇവരൊക്കെ ഇവിടെ. നിങ്ങളെന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? പിന്നെ ഞാനെന്തിനാ ഈ പതിയെ വന്നത്? ഇത് കൊള്ളാം. അതിന് ഞങ്ങൾ പറഞ്ഞോ നിന്നോട് പതിയെ പോയി? മിണ്ടാതെ കയറി പോയാൽ പോരാടാ കിച്ചു. ആദ്യമേ അവന്മാർ പോയില്ലേ? ഏത് വണ്ടിയാണ് കൊടുത്തോട്ടെ? നിൻ്റെയാണോ? അല്ല, അവർക്ക് പോവാൻ അല്ല ചിച്ചാനൊക്കെ അങ്ങ് വീട് വരെ പോകണ്ടല്ലേ? ആജു എൻ്റെ കാറാ കൊടുത്തോട്ടെ. പിന്നെ ഋഷിക്ക് വേറെ എവിടെയും കൂടെ പോകാനുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവന് വണ്ടിയില്ലല്ലോ, അവൻ നമ്മുടെ കൂടെ കയറിയല്ലേ വന്നേ. വന്നോ രാജാവിന്റെ ചാവേറുപടയും? എവിടെയായിരുന്നു? ഉറപ്പായിരുന്നു നീയൊക്കെ മൂന്നും ഒരുമിച്ച് കയറി വരത്തുള്ളൂ. വരുന്നുണ്ട്, വാങ്ങിച്ചോ. അമ്മ ചെറിയമ്മ. ഇല്ലടാ, അമ്മയെത്തിയിരിക്കാൻ നിനക്ക് ഭയങ്കര ശുഷ്കാന്തിയായി ഇടയായിട്ട്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നീയൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടുപിടിക്കുന്നതിൻ്റെ അമ്മ. നിങ്ങൾ മൂന്നുപേരും എവിടെയായിരുന്നു? അല്ല, ഒരുമിച്ചാണല്ലോ വന്നേ, അപ്പോൾ ഒരേ സ്ഥലത്തായിരുന്നായിരിക്കുമല്ലോ. എവിടെയായിരുന്നു കിച്ചു? അതെ, ഇവനോട് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. എവിടെയായിരുന്നു? നീയൊക്കെ കാരണം നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. ഇവിടുത്തെ ബലിയാടാവുന്ന മൊത്തം ഞാനാ. കിച്ചുവിനോടാ എനിക്ക് ചോദിക്കാനുള്ളത്. നീ എവിടെയായിരുന്നടാ? നീ രാവിലെ ചേട്ടനങ്ങ് പോ, ഞാനങ്ങ് എത്തിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പുറകെ വരാന്ന് പറഞ്ഞവനായിരുന്നല്ലോ. നീ കാരണം ഇന്നോട്ടല്ലോ ഇന്ന് ഞാൻ പറയുന്നില്ല. നിൽക്കുന്നത് വേറൊരു സാധനം. എവിടെയായിരുന്നടാ നീയൊക്കെ? അത് പിന്നെ കാശിട്ടാ, ഞാൻ ആദമിച്ചതിൻ്റെ കൂടെ ആയിരുന്നു. ചോദിച്ചോക്ക് അല്ലേ ചായ? അയ്യോ, അവൻ്റെ നോട്ടത്തിൽ തന്നെ ഉണ്ട് ഞാൻ കള്ളത്തരം പറയാൻ പോവാന്ന് അവന് മനസ്സിലായെന്നു. വേറെ ആരെയും പേടിക്കണ്ട, കെട്ടിയിരുത്തിയിരിക്കുന്നവനെ മാത്രം പേടിച്ചാൽ മതിയല്ലോ കർത്താവേ. അവൻ എൻ്റെ കൂടെ ആയിരുന്നു. ഓഹോ, എന്നാ ആദമൊന്ന് പറഞ്ഞേ, നിങ്ങൾ രണ്ടുപേരും എവിടെയാ പോയത്? രാവിലെ തൊട്ട് നിങ്ങൾ കോളേജിൽ ചെന്നിട്ടില്ലാന്ന് എന്തായാലും കാശി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ എവിടെയായിരുന്നു? ഓ തെണ്ടി. അത് പിന്നെ നിനക്കുള്ള ബ്രഹ്മാസ്ത്രം എൻ്റെ തന്നെ ഉണ്ട്. നീ അച്ചുവിൻ്റെ അടുത്ത് ചോദിക്കി, ഞങ്ങൾ അവൻ്റെ കൂടെ പോയതാ അല്ലേ അച്ചു? അല്ലെങ്കിൽ വേണ്ട, എനിക്കറിയണമെന്നില്ല, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇതിനൊക്കെ സംസാരിച്ചോളൂ. പക്ഷെ എനിക്കറിയണമല്ലോ. അച്ചു, എവിടെയായിരുന്നു നിങ്ങൾ മൂന്നുപേരും? നേരം വെളുത്തപ്പോൾ കാണാനില്ലാഞ്ഞതാ. ദേ, കാശി പറഞ്ഞു രണ്ടുപേരും കോളേജിൽ പോയിട്ടില്ലാന്ന്. നീ ഹോസ്പിറ്റലിലും പോയില്ലാന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലാണെന്ന് വിചാരിച്ചാ വൈകുന്നേരം വരെ ഇരുന്നത്. പിന്നെ ഗതികെട്ട് ഞാൻ വിളിച്ചു നോക്കി കുറച്ചു മുന്നേ. അപ്പോഴറിഞ്ഞേ നീ ഇന്ന് ഹോസ്പിറ്റലിന്റെ പടി ചവിട്ടിയിട്ടില്ലാന്ന്. എവിടെയായിരുന്നു? എൻ്റെ പൊന്നമ്മ, ഞങ്ങൾ മൂന്നുപേരും കൂടെ വിഷ്ണുവിൻ്റെ കൂടെ കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കാനായിട്ട് പോയതാണ്. അവൻ മലേഷ്യയിലോട്ട് പോവുക. അതിൻ്റെ കുറച്ച് പരിപാടീസൊക്കെ ആയിട്ട് ഞങ്ങളൊന്നും കൂടിയതായിരുന്നു. ഇവരോടൊക്കെ പറയണമെന്ന് വിചാരിച്ചേ, പിന്നെ അവനും ബിസി ആയിപ്പോയി. എന്തോ ചെറിയ പേരിൻ്റെ സ്പെല്ലിങ് മാറിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ ഏതാണ്ട് ചെറിയ ചെറിയ ഇഷ്യൂസ്.
അവനവിടെ ഒരു ഹോസ്പിറ്റലൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ജോലിയും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നതാണ്. ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ യവന്മാരും കൂടെ വന്നു. കിച്ചു ഓൾമോസ്റ്റ് കോളേജ് എത്തിയതായിരുന്നു. പിന്നെ വിഷ്ണുവിൻ്റെ കൂടെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ കിച്ചു വന്നു, ആദമും വന്നു. അതാ സംഭവിച്ചത്. നിനക്കൊക്കെ എന്താ വാ തുറന്ന് പറഞ്ഞാൽ വളഞ്ഞു തിരിഞ്ഞ് എൻ്റെ അടുത്തോട്ട് തന്നെ വരുന്നത് എല്ലാം കൂടെ. ഞങ്ങളിവിടെ ഹൈപ്പർ മാർക്കറ്റിലും പിന്നെ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി ഞങ്ങളിവിടെ മാൾ ഓഫ് ട്രാവൻകൂറിലൊക്കെ പോയി ഡ്രസ്സൊക്കെ എടുക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ കോളൊന്നും കണ്ടില്ല. പിന്നെ രണ്ടൊന്നും സിനിമയ്ക്കൊക്കെ കയറിയായിരുന്നു അല്ലേ കിച്ചു? അതാ ഫോൺ ഓഫായിരുന്നേ. പിന്നെ അടിപൊളി സിനിമയായിരുന്നു മാർക്കോ. പൊന്നോ, വെട്ടും കുത്തും കുടലുമാല എടുക്കുക സെറ്റായിരുന്നമ്മ. അതുകൊണ്ട് ഫോൺ ഓഫായിരുന്നേ. ഞങ്ങൾ കണ്ടില്ല. എന്തോ പ്രശ്നം എന്താമ്മ? പ്രശ്നം എന്താന്നൊക്കെ ഞാൻ നാളെ പറയാം. കിച്ചു ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നാളെ ശിവ ഗ്രൂപ്പ്സിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും അവിടെ കാണണം. ഇപ്പം ഞാൻ ഏതായാലും ഓരോന്ന് പറഞ്ഞ് ആരെയും മുഷിപ്പിക്കുന്നില്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കുമല്ലോ വന്നത്. ശരി, ഗുഡ് നൈറ്റ്. അല്ല അമ്മ, കണ്ടോ മുത്തശ്ശ, ഇതെവിടുത്തെ പ്രശ്നം? ഞാനാകണോ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇപ്പൊ സുനാമി ഉണ്ടായേനെ. കാശി, അച്ചു, കിച്ചു ഗുഡ് നൈറ്റ്. ഇന്ദ്ര ഗുഡ് നൈറ്റ് എടാ. അഗി ഞാൻ പോണേ. ടാറ്റ ടാറ്റ ബൈ ബൈ. ഓ, അതങ്ങനെ ഒരു കാശി കോന്തൻ. താനിവിടെ ഇനി എന്ത് കാണാൻ നിൽക്കുക? താനങ്ങോട്ട് റൂമിലോട്ട് വന്നേ, എനിക്ക് രണ്ട് പറയാനുണ്ട് തന്നോട്. അച്ചു ഗുഡ് നൈറ്റ്. അഗേട്ടാ ഗുഡ് നൈറ്റ്. ആ ദേ അതിന്റെ പുറകെ അടുത്തതും പോയി. ഇതെന്തോടാ മക്കളെ, 4 വഴിക്കാണല്ലോ എപ്പ നോക്കിയാലും. ഇവറ്റോൾ ഇങ്ങനെ അടികൂടിക്കൊണ്ടിരുന്ന എപ്പോ നല്ലോലെ ജീവിക്കുന്ന. അല്ല, നിങ്ങൾ കിടക്കുന്നില്ലേ? ഞങ്ങൾ കിടക്കാൻ പോകാം മുത്തശ്ശ. റാം ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. അവന് ഫുഡ് എടുത്ത് കൊടുത്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. വാ, ഫുഡ് എടുത്ത് തരാം. അച്ചു, നിനക്ക് ഫുഡ് വല്ലതും വേണോ? അതോ നിങ്ങൾ കഴിച്ചായിരുന്നോ? എന്നാലും ഞാൻ അവനോട് എന്തായിരിക്കും ചെയ്തത്? അവനെന്തിനിപ്പോൾ തലയും വെട്ടിത്തെറിച്ച് പോയത്? എന്തോ സ്ഥിതിയുടെ ഫുഡ് ഞാൻ കഴിച്ചായിരുന്നു. ഞങ്ങൾ കഴിച്ചു. വേണ്ട. കൂട്ടത്തിൽ ഇത്തിരിയെങ്കിലും ബോധമുള്ള നിനക്കായിരുന്നു വെച്ചു. ഇപ്പൊ അതും പോയോ യവന്മാരുടെ കൂടെ കൂടിയിട്ട്? നീ ഫുഡ് എടുക്കും സിദ്ധു. നിങ്ങൾ പോ മനുഷ്യ. ഒന്ന് അങ്ങേറൊരു ബോധം മനുഷ്യനോട് ഭ്രാന്തൃതിക്കുമ്പോഴാണ്. ഇന്നലെ ഞാൻ അവനോട് ദേഷ്യപ്പെട്ടില്ലല്ലോ. കൊച്ചുമോനെ, നീ ഒന്നവിടെ നിന്നേ. നീയും നിന്റെ കൂടെയുള്ള 2 വാലുകളും കുറച്ചു മുമ്പ് ഇവിടെ പടച്ചിറക്കിയതെല്ലാം നുണയാന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ അമ്മ എന്റെ മോള് വിശ്വസിക്കുമായിരിക്കും. പക്ഷേ നീയൊക്കെ ഒന്ന് തുമ്മിയാണ്, അല്ലെങ്കിൽ നിന്റെയൊക്കെ കണ്ണുകൾ പറഞ്ഞാൽ വരെ എനിക്ക് മനസ്സിലാവും. എന്താ ഏർപ്പാടെന്നൊക്കെ എനിക്ക് അറിയാം ചെറുതായിട്ടൊക്കെ. വിത്ത് ഗുണം 10 തന്തയുടെ അല്ലേ മക്കള്? ഓഹോ, മുത്തശ്ശനപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ? ദാറ്റ് വാസ് വെരി നൈസ്. അതെ ഓൾഡ് മാൻ, ഈ തെങ്ങിൻ്റെ മണ്ടയിരിക്കുന്ന ഉണക്കത്തേങ്ങ എപ്പോഴും ആടി ഇരിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ദിവസം കറക്റ്റ് വന്ന് പൊത്തനം തറ വീഴുകയും ചെയ്യും. അതോടെ നോട്ട് ഔട്ടാ കേട്ടാ. അതുകൊണ്ട് ഇപ്പോൾ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഡയലോഗ് വിടാൻ വരല്ലേ. അവിടെ ആടി ഇരുന്നോ. ഗുഡ് നൈറ്റ്. കള്ള തിരുമാലി പോയി അവന്റെ ഒരു ഉണക്കത്തേങ്ങ. നീയും ഉണങ്ങി പോടാ ഒരു കാലത്ത്. സൗണ്ടും വരുന്നില്ല. നീ ഒന്നടങ്ങ് എൻ്റെ പൊന്നു കാശിയല്ലേ. ഇത് ഇത്രയും സാധനം നീ എൻ്റെ മണ്ടക്കെടുത്തെറിഞ്ഞില്ലേ? എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ ഒന്നടങ്ങ്. ഓഹോ, ഞാൻ അടങ്ങണമല്ലേ? ഡോ, താൻ ഒറ്റ കാരണ ആ പിള്ളേരെ എന്നെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് റാഗ് ചെയ്യുന്നത്. എന്തിനാണെന്നറിയോ? താൻ ആ പിള്ളേരെ ക്ലാസ്സിൽ എണ്ണയിലിട്ട് പൊരിക്കും പോലെ പൊരിക്കുന്നുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ താൻ ഇന്നലെ വരാത്തോണ്ട്, താൻ ഇന്ന് വരാത്തോണ്ട് എന്തൊക്കെ അവിടെ സംഭവിച്ചെന്ന് എനിക്കറിയാം. ഓണം കിട്ടില്ലെന്നുള്ള എല്ലാവരും മുമ്പ് താൻ ഒറ്റ കാരണം തനിക്ക് മര്യാദയ്ക്ക് പിള്ളേരെ പഠിപ്പിച്ച പോകാൻ കാരണം എപ്പോൾ നോക്കിയാലും കിട്ടുന്നതിലായിരിക്കാം. താൻ മാത്രമല്ല, ആ തെണ്ടിയും വന്നില്ല ഇന്ന്, ആ തെണ്ടിച്ചിയും വന്നില്ല ഇന്ന് താൻ ഇവിടെ കിടക്കത്തില്ല. ഇറങ്ങണോ, പുറത്തു പോടോ. അയ്യോ, ഡോണ്ടു കാശിക്കുട്ട, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഒന്നുമില്ലെങ്കിലും മോൻ്റെ ആദമിച്ചായനല്ലേ. മോനെ കാശി, നീ ഇല്ലാത്ത ജീവിതം ഇച്ചായന് കഞ്ഞിയിൽ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെയൊന്നും പറഞ്ഞൂടാ, കുറേ ദിവസമായി. ഓഹോ, അങ്ങനെയാണോ? എന്നാ താനേ ഇന്ന് ഉപ്പില്ലാത്ത കഞ്ഞി കുടിച്ചാൽ മതി. അല്ലെങ്കിൽ താൻ പട്ടിണി കിടന്നോ. ഇറങ്ങണോ,
ഇറങ്ങോടെ തണ്ടി, ഇല്ലെങ്കിൽ ഞാൻ തലയിൽ എറിഞ്ഞ് പൊട്ടിക്കും. അയ്യോ, അത് ഫ്ലവർ വൈസാ മോനെ. അത് ഇച്ചായൻ്റെ തലയിൽ വന്നിടിച്ചാൽ പൊട്ടും, ചോര വരും. മോനതറിയാമല്ലോ. ഇച്ചായന് വേനെടുക്കും. അവിടെ വയ്ക്ക്, നമുക്ക് സംസാരിച്ച് തീർക്കാം. സംസാരിച്ച് തീരാത്ത പ്രശ്നങ്ങൾ എന്താണ് ഈ ലോകത്തുള്ളത്? നീ വാ, നമുക്കിവിടെ ഇരുന്ന് സംസാരിക്കാം. അയ്യോ, വേണമെന്നില്ല. തൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇരുന്ന് സംസാരിക്കോട്ടിൻ്റെ കാലൊടിയുന്ന അവസ്ഥ വരെ എത്തി. അതുകൊണ്ട് വേണമെന്നില്ല. ഇറങ്ങണോ, അല്ലെങ്കിൽ അമ്മച്ചാണ് ഞാൻ ഇതെറിഞ്ഞ് തൻ്റെ തല പൊട്ടിക്കും. ചോര വന്നാലും ഇനി മൂത്രം വന്നാലും കുഴപ്പമില്ല. ഓക്കെ, വേണ്ട വേണ്ട മോനതവിടെ വെച്ചോ, ഇച്ചായ പൊക്കോളാം. എന്നാലും ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയിട്ടാ. എൻ്റെ ദൈവമേ, വിധി. ഡോ കൊച്ചായ, അതാണ് നിന്നെ. എന്തോ എനിക്കറിയായിരുന്നു നീ എന്നെ പറയുന്നു വിളിക്കുമെന്ന്. എനിക്കറിയാം എൻ്റെ കാശുക്കുട്ടന് ഇച്ചായനില്ലാതെ പറ്റത്തില്ലെന്ന്. ഇച്ചായനെ ഭയങ്കര ഇഷ്ടമെന്ന് അറിയായിരുന്നു. എന്താ, ഇച്ചായ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ, നമുക്ക് കിടക്കാം. പാരട്ടോ കൊച്ചായ, ഇതോ ആ തലങ്ങണി പുതുപ്പും കൂടെ എടുത്തോണ്ട് പൊക്കോ. അത് പറയാൻ വിളിച്ചതാ. എന്നിട്ട് ഇറങ്ങി പൊക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഇതെടുത്ത് എറിയുവേ. അങ്ങോട്ട് ഒരു ഫ്രഷായി കിടക്കാൻ പോലും. എൻ്റെ കർത്താവേ, ഈ ലോകത്ത് എനിക്കല്ലാതെ വേറെ ആർക്കും ഈ വിധി വരത്തരുതേ. ഓ പൊണ്ടോരം, ഇങ്ങോട്ട് എടു. ആ ഇന്നാ പൊക്കോ. വേറൊരു കിടത്താം. കിടന്ന് കിടന്ന് ഈ വീട്ടിൽ ഈ മുറിയിൽ മാത്രമായിട്ട് മൂന്നാമത്തെ കട്ടില്ല. രാവിലെ കട്ടിലൊടിഞ്ഞെന്ന് പറയുമ്പോൾ കളിയാക്കുന്നതെല്ലാം കേൾക്കുന്നത് ഞാനല്ലേ, ഇയാളല്ലല്ലോ. തണ്ടി കിച്ചു. മിണ്ടരുത് താൻ. ഞാൻ പറയും, താൻ കേൾക്കും. അത് മതി. എവിടെയോടോ തൻ്റെ വെള്ള ഷർട്ട്? ആ വെള്ള ഷർട്ടും കാപ്പി പൊടി പാൻറ്റും എവിടെയെന്ന്? അത് അലക്കാനിട്ടു. ഞാൻ അവിടെ പോയ സ്ഥലത്ത് ഇട്ടതല്ലേ. നിനക്കെന്തിനാ അത്? കത്തിക്കാൻ. ഇതിൽ കൂടുതൽ തനിക്ക് വല്ല അറിയണം കൊന്തിരെ. താന് എന്തിനാടോ പബ്ബിൽ പോയത്? താൻ എന്താ വിചാരിച്ചേ ഞാൻ തൻ്റെ സ്റ്റോറി കാണത്തില്ലെന്നോ? താൻ എന്നെ ഹൈഡ് ചെയ്തിട്ടിട്ട് ഹഗിയേട്ടനെ ഹൈഡ് ചെയ്യാൻ മറന്നുപോയല്ലേ? ഞാൻ പുള്ളിക്കാരൻ്റെ ഫോണിൽ നിന്ന് കണ്ടായിരുന്നു. താൻ പബ്ബിൽ നിന്നിട്ട് ചുറ്റും കപ്പിൾസ് ഡാൻസ് കളിക്കുന്നു. താൻ എൻ്റെ ഇടയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഡാൻസ് കളിച്ച് അറുമാദിക്കുന്നു. എന്താണോ തൻ്റെ ഉദ്ദേശം? കത്തിക്കാനാ? എൻ്റെ പൊന്നിച്ചു, നീ ഞാൻ പറയുന്നത്തെ കേക്ക്. ഞാൻ ഒറ്റയ്ക്കല്ലേടാ കളിച്ചത്, അല്ലാതെ ഒരുത്തികളും കൂടെ അല്ലല്ലോ. പിന്നെ എന്താടാ നിനക്ക് കുഴപ്പം? ലീസൺ മിസ്റ്റർ ഇന്ദ്രജിത്ത്, എനിക്ക് കുഴപ്പമാണ്. താൻ എന്തിനാ പബ്ബിൽ പോയത്? അതിനുള്ള മറുപടി പറ. അത് പിന്നെ ക്ലയൻറ്റ് മീറ്റിംഗ് അവിടെ വെച്ചായിരുന്നു. ക്ലയൻറ്റ് ആ പബ്ബിൽ വരാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് പോയത്. ക്ലയൻറ്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ സൈഡിൽ ഡാൻസ് കളിച്ചോണ്ടിരുന്നില്ലേ, അത് നമ്മുടെ ക്ലയൻസ് ആയിരുന്നു. അവർ ഒക്കെ കളിച്ചപ്പം എന്നോടും കൂടെ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ കളിച്ചതാ. എൻ്റെ പൊന്നിച്ചു, ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് പബ്ബിലൊക്കെ പോകുന്നേ? നീ ഇല്ലാതെ. നീ തന്നെ പറ. സുഖിപ്പിക്കില്ലേ, എനിക്കങ്ങ് സുഖിക്കുന്നില്ല. അതെന്താ, ക്ലയൻറ്റ് മീറ്റിംഗ് വല്ല പാർക്കിലോ ബീച്ചിലോ വെച്ച് നടത്തിയ? എന്തിനാ പബ്ബ്? ഓ എടാ, അത് അവർ അറേഞ്ച് ചെയ്ത മീറ്റിംഗ് അല്ലേ. അപ്പൊ അവര് പറയുന്ന സ്ഥലത്തല്ലേ നമ്മൾ ചെല്ലേണ്ടത്. ആ കമ്പനിയിലോട്ട് നമ്മൾ ചെന്നൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുന്നതല്ലേ. അവരല്ലേ പൈസയൊക്കെ നമുക്ക് തരുന്നത്. നീ എന്തോ കിച്ചു ഒരുമാതിരിയില്ല മണ്ടന്മാരെ പോലെ സംസാരിക്കുന്നേ. മണ്ടനാ? ഞാനോ? ഓഹോ, അപ്പോ ഞാൻ മണ്ടനായിട്ടൊക്കെ തോന്നി തുടങ്ങി ഇന്ദ്രജിത്തിന് അല്ലേ? അയ്യോ, തലവേദനയായാലും അങ്ങനെയല്ല കിച്ചു. അതാ ഫ്ലോയിലങ്ങ് വന്നതാ. നീ ഇങ്ങനെ തല്ലൂടാതെ നല്ലൊരു ദിവസമായിട്ട് എന്തിനാ തല്ലൂടാതെ? ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അത് കഴിഞ്ഞ് നമുക്ക് കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങണ്ടേ? അയ്യോ, താൻ മണ്ടൻ്റെ കൂടെ കിടന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടണമെന്നില്ല. താൻ കുളിക്കോ, ഫ്രഷ് ആവേ, അത് കഴിഞ്ഞ് ഇവിടെ കിടന്ന് തുള്ളോ ചാടോ എന്താണെന്ന് വെച്ചാൽ ചെയ്. ഇതോ 1 2 3 4 തറയിൽ കിടക്കുന്നതും കൂടെ കൂട്ടി 5 തലങ്ങണി ഈ റൂമിനകത്തുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെടുത്ത് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും. ഞാൻ ഇവിടെ കിടക്കുന്നില്ല. താനുമായിട്ടുള്ള പൊറുതി ഞാൻ മതിയാക്കി. അലക്കിച്ചു. ഇവനിതെന്തോ ഇടയ്ക്കിടയ്ക്ക് ബാധ കയറുന്ന. ഓ അമ്മൂടും അങ്ങ് പോയി. ഇനിയിപ്പോ ഞാൻ എന്തിനു കുളിക്കുന്ന? കായ ഓർക്കാൻ ഇവിടെ ഇരുന്നോണ്ട് കോപ്പ്. നാളെ ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു പുല്ല്. എൻ്റെ പൊന്നാക്കി, ഇത് കുറേ നേരമായേ.
നീ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം പെരുക്കി വെച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. തുണിയെടുത്ത് അവിടെ വയ്ക്കുന്നു, ഇവിടെ വയ്ക്കുന്നു, സാധനം എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു, ചെയറെടുത്ത് അങ്ങോട്ട് ഇടുന്നു, അവിടെ ഇരിക്കുന്നു, ഫോണിൽ തോണ്ടുന്നു, വീണ്ടും വരുന്നു. എന്തുവാ നിൻ്റെ ഭാര്യ വല്ലതും കക്കൂസിനകത്ത് പെറ്റ് കിടക്കുവാണോ, അതോ പ്രസവിക്കാൻ കിടക്കുന്നോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്നങ്ങ് പറഞ്ഞാൽ തീരുമല്ലോ. എനിക്ക് ആരെടുത്തും ഒന്നും പറയാനില്ല. ഞാൻ ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി കിടന്നോളാം. പോരാ, നീ ഓക്കെ അല്ലാത്തതിൻ്റെ കാരണം എനിക്കറിയണം. നീ കിടക്കുവോ നടക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അതിലൊന്നിനും ഞാൻ ഇടപെടത്തില്ല. പക്ഷെ നീ എന്തുകൊണ്ട് ഓക്കെ അല്ല അത് പറ, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. ഫൈൻ, എങ്കിൽ ഫോൺ ഓൺ ആക്കിയോ. ഞാൻ ഇന്ന് എത്ര പ്രാവശ്യം വിളിച്ചു. എവിടെയാണെങ്കിലും ഒന്ന് ഫോൺ എടുത്താൽ എന്താ? ഞാൻ ആകെ ഡിസ്റ്റർബ്ഡും ഒട്ടും ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് വിളിച്ചത്. അത് അറ്റ്ലീസ്റ്റ് നിൻ്റെ അടുത്തെങ്കിലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു. അന്നേരം നീ ഫോൺ എടുത്തോ? ഇല്ല. അല്ലെങ്കിലും ഇവിടെ ഇപ്പം എനിക്കെന്ന് പറയാനായിട്ട് ആരുമില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാനും ആരുമില്ല. ഓ, അപ്പം നീയെന്നും പറഞ്ഞിരിക്കുന്ന ഞാൻ പൊട്ടാൻ അല്ലേ? നോക്കകി, നീ ഒരുമാതിരി വെളിവില്ലാത്ത പോലെ ഓരോന്ന് വിളിച്ച് പറയരുത്. ചെറിയൊരു കാര്യത്തിന് നീ ഇങ്ങനത്തെ ഡയലോഗുകൾ അടിക്കുന്നതെന്ന് ഓർക്കണം. എനിക്ക് തരിച്ച് വരുക. ഞാൻ എണീച്ചൊരെണ്ണം തന്നോണ്ടല്ലോ, 3ൻ്റെ അന്നേ നീ എണീക്കത്തുള്ളൂ. ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ് പോയിരുന്നത്. അന്നേരം എല്ലാവരും കൂടെ വിളിച്ചാൽ എടുക്കാൻ പറ്റത്തില്ല, അതാ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നത്. ഇപ്പം ഞാനിവിടെ വന്നില്ലേ, ഇനി നിനക്ക് പറയാമല്ലോ കാര്യം. പറ, എന്താ പ്രശ്നം? എന്താ നീ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആവാൻ കാര്യം? എന്നെ തല്ലത്തില്ല എന്നൊക്കെ എനിക്കറിയാം. അതിൻ്റെ ധൈര്യത്തിൽ തന്നെ ഞാൻ മുമ്പ് ഒന്ന് സംസാരിക്കുന്നത്. പിന്നെ എനിക്കിതൊന്നും വേറെ ആരോടും പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുക, അല്ലാതെ ഞാൻ നിന്നോട് മിണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. ആസി, അവനാ ഇപ്പം എൻ്റെ പ്രശ്നം. നീ ഇത് കണ്ടോ? ഞാനൊരു 3000 കൂടുതൽ മെസ്സേജ് അയച്ചു. ഒരു 5000 പ്രാവശ്യങ്ങൾ ഞാൻ വിളിച്ചു. അവൻ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജും കാണുന്നില്ല. എനിക്കെന്തോ ഞാനങ്ങ് പാടെ അവനെ ഒഴിവാക്കിയതുപോലെ അവൻ വിചാരിച്ച് കാണുമെന്നൊരു തോന്നല്. അങ്കി, നിനക്കറിയാലോ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എൻ്റെ എല്ലാ കാര്യങ്ങളും അവനറിയാം. എല്ലാം ഞാൻ പറയും, ഷെയർ ചെയ്യും, എല്ലാം. എന്നിട്ട് അവനെന്നും പറഞ്ഞൊരു സങ്കട വിഷമം വന്നപ്പോൾ ഞാൻ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സമയം അവൻ്റെ കൂടെ നിന്നില്ലേ എന്നൊക്കെ വിചാരിച്ച് എനിക്കറിയത്തില്ല. ഞാനിതൊക്കെ ആലോചിച്ചു. പിന്നെ നീ ഇത് കണ്ടില്ലേ, അവ ഒന്നിനും പോലും റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. എല്ലാം കൂടി ഓവർ തിങ്ക് ചെയ്തിട്ടാന്ന് തോന്നുന്നു ഞാൻ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. എനിക്കൊന്നും അവരെ കണ്ട് സംസാരിച്ചാൽ മതി. അപ്പം ഇതാണ് നിൻ്റെ പ്രശ്നം. ഞാനോ ഈ വീട്ടിലുള്ള വേറെ ആരും നിന്നോട് പറഞ്ഞിട്ടില്ല അവനെ പോയി കാണരുതെന്നോ മിണ്ടരുതെന്നോ ഒന്നും. പിന്നെ എന്തുകൊണ്ട് നീ പോയില്ല? ആസ് എ ഫ്രണ്ട് നീ പോയി കാണണമായിരുന്നു, സംസാരിക്കണമായിരുന്നു. അവനൊരു വിഷമം വന്നപ്പോൾ അവൻ്റെ കൂടെ നിൽക്കണമായിരുന്നു. ശരിയാ, അത് ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാനും നിനക്ക് ഇമ്പോർട്ടൻ്റാ, അവനും നിനക്ക് ഇമ്പോർട്ടൻ്റാ. പക്ഷേ അവൻ്റെ തന്ത ചെയ്തതിനുള്ള ശിക്ഷയാണ് അയാൾക്ക് കിട്ടിയത്. പക്ഷെ അവൻ പാവമല്ലേ? അവൻ പാവാ. ഇപ്പം നീ ഇങ്ങനെ നിന്ന് പറയും. ഞാനങ്ങനെ പോയി അവനോട് ഒന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നിനക്ക് ഒടുക്കത്ത് ജലസായിരിക്കും. അറ്റ് ലാസ്റ്റ് അത് മൊത്തം ഞാൻ അനുഭവിക്കണം. ജലസ് വരുമ്പോൾ നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജലസ് വരുമ്പോൾ നിനക്ക് ദേഷ്യം വരും. സാധാരണ നിനക്ക് ദേഷ്യം വന്നാൽ നീ ഇന്ദ്രിയ കുത്തിയ പോലെ അങ്ങനെ ഏതെണ്ടൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇതിപ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. പിന്നെ നീ കുത്തു കിട്ടിട്ടിരിക്കുമല്ലായിരുന്നോ? നിന്നെ നോക്കണം, പിന്നെ കമ്പനിയുടെ കാര്യങ്ങളും എല്ലാം കൊണ്ട് ഞാൻ ബിസി ആയിപ്പോയി. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു അവനെൻ്റെ മെസ്സേജ് എടുത്ത് നോക്കാൻ പാടില്ലായിരുന്നു. അതും പോരാണ്ട് ഞാൻ സ്നേഹിക്കുന്ന ആളാ അവൻ്റെ ബാപ്പായെ കൊന്നത്. ഞാൻ എന്ത് ധൈര്യത്തിൽ അവൻ്റെ മുമ്പ് പോയി നിൽക്കേണ്ടേ? എന്ത് ധൈര്യത്തിലാണ് നീ പോവേണ്ടതെന്ന് ഞാൻ ഇനി പറഞ്ഞു തരണോ? വേണ്ടല്ലോ. നോക്കകി, അവൻ്റെ അച്ഛൻ ചെയ്തതിനുള്ളതാ അയാൾക്ക് കൊടുത്തത്. അത് ഞാനല്ല, ഇനി ഞങ്ങൾ ആര് കൊടുത്തില്ലെങ്കിലും എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടും. നീ നോക്ക്,
നീ അവനെ പോയി നാളെ കാണും അവൻ്റെ ഓഫീസിൽ, എന്നിട്ട് സംസാരിക്കുക. അതിനുശേഷം ചോദിച്ചറിയാമല്ലോ എന്താ അവൻ്റെ പ്രശ്നമെന്നൊക്കെ. എന്ന് വെച്ച് കൂടുതൽ കയറി അങ്ങ് മെഴുകാൻ നിൽക്കണ്ട. അത് ഞാനിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും പോയി കാണും, സംസാരിക്കുക. ഇനി എനിക്ക് ജലസുണ്ടെന്നും പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇനി പൊട്ടിപ്പൊളിയണ്ട, പോരെ? ഓ ദൈവമേ, അവിടെയും എൻ്റെ പൊന്നങ്കി, നീ ഒരിക്കലും നന്നാവത്തില്ല. മാറങ്ങോട്ട്, ഞാൻ പോവാ. അല്ല നീ ഇതെങ്ങോട്ടാ? നിക്കടാ. ഷേ, അപ്പം ഇന്ന് ഞാൻ പട്ടിണിയാണെന്ന് അർത്ഥം. എൻ്റെ ദൈവമേ, എന്നും ഇവ ഇങ്ങനെ എന്തോ ചെയ്യും? ഒന്ന് തുമ്മിയാ മതി പണങ്ങും. ഇത് നേരത്താണാവോ? ഓ, എന്നെ പറഞ്ഞാൽ മതി, എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. പണ്ടാരം പിടിച്ച ഇവന് ഒരു കാലത്ത് നന്നാവത്തില്ല. ആദ്യമേ നീ എന്തോ ഇവിടെ? നീ കിടക്കുന്നില്ലേ? നീ എന്തിനു ഇവിടെ വന്നിരിക്കുന്നേ? അത് പിന്നെ ഞാനിന്ന് ഇവിടെ കിടക്കുന്നത്. എന്താ? അല്ല, നീ എന്താ ബെഡ്ഷീറ്റായിട്ട്? നീ എന്താ ഇവിടെ? ഞങ്ങളും ഇന്ന് ഇവിടെ കിടക്കുന്നേ അല്ല അഖിലേട്ടാ? അല്ലേ പറയാൻ വന്നേ? എനിക്കറിയാം മാറങ്ങോട്ട്. ഓ, ഇതെന്തുവാടേ? സ്ഥിരം നമ്മുടെ ഏർപ്പാട് ഇത് തന്നെയാണല്ലോ. അല്ലടാ, നീയൊക്കെ ഇന്ന് എന്തിനടി ഉണ്ടാക്കിയേ? ഇവിടെ കിടക്കാൻ വന്നത് നിനക്ക് സ്വയം ഇഷ്ടത്തിലല്ലെന്ന് എനിക്കറിയാം. എന്തോ തടവുണ്ടാക്കിയിട്ട് വന്നതാ. എന്ന് ഞാൻ വന്നതിന് നീയൊക്കെ രണ്ടും ഇവിടെ കാണും. കോപ്പ്. എന്തോ കോപ്പ്? അതുപോലെ ഞങ്ങൾ രണ്ടുപേരും എന്ന് വന്നാലും നിങ്ങളിവിടെ കാണാറുണ്ട്. കോപ്പ് മതിയാ? ഓ ദേ ചെറുക്കാം, നിന്നെ പോലെ വേറൊരു മൂഞ്ചീനെ എനിക്ക് ഇപ്പൊ വലിച്ചേറി ഒട്ടിക്കുള്ള ദേഷ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ മുമ്പ് ഒന്ന് നീ ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. മുടിഞ്ഞൊരു ജലസംഘാരുടെ അവനെ എൻ്റെ കൈ കിട്ടിയുണ്ടല്ലോ. അവന് ജലസൊക്കെ ഉണ്ടോ? നമുക്കൊക്കെ ഇവിടെ കാര്യമില്ലാത്ത കാര്യത്തിന് എന്നും തലങ്ങണി എറിയ അടിയൊക്കെ കിട്ടുന്നത്. അവിടെ കാര്യമെങ്കിലും ഉണ്ടല്ലോ ജലസ്. എന്തൊക്കെ വിധികളാണോ ദൈവമേ. അല്ലടാ ചേച്ചു, നീ എന്തിനിറങ്ങി പോന്നേ? എൻ്റെ കാര്യം നിങ്ങളുടെ രണ്ടുപേരും കാര്യം പോലെ ആപ്പോപ്പ കാര്യമൊന്നുമല്ല. അയാൾ എന്നെയും കൂട്ടാതെ പബ്ബിൽ പോയി. ഇതാണോടാ കോപ്പേ നിൻ്റെ വലിയ മറ്റേടത്തെ കാര്യം? ഇവിടെ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾ തലയിൽ കൂടെ ഓടുമ്പോഴാണ് അവനെയും കൂട്ടാതെ പബ്ബിൽ പോയെന്ന്. എടാ, അവൻ അവിടെ മീറ്റിങ്ങിന് ചെന്നപ്പോൾ പബ്ബിലാണ് മീറ്റിംഗ് ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്, അതുകൊണ്ട് പോയതാ. പോയി അവിടെ അങ്ങനെ കിടക്കാൻ നോക്കണം. ആ ചെറുക്കൻ്റെ അടുത്ത് ആവശ്യമില്ലാതെ വഴക്കും കൂടി വന്നിരിക്കുന്നു. എന്തോ നിൽച്ചു ദേഹമിച്ചായ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് ദേഷ്യം വന്ന ഞാൻ ഒരു സൈക്കോയാ, അറിയാമല്ലോ. ഞാൻ ഒതുങ്ങി പോവാ. അയാൾക്ക് 2 ഡോസിൻ്റെ കുഴപ്പമുണ്ട്, അത് കിട്ടുമ്പോൾ മാറിക്കോളും. ഞാൻ അങ്ങനെ അവിടെ പോയി കിടക്കാൻ പോണില്ല. എനിക്കിതൊക്കെ വലിയ കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് ചെറുതായിരിക്കും കേട്ടാ. കിടക്കുന്നുണ്ടെങ്കിൽ വാ. ഇതിനെമ്പേതാങ്കീൻ്റെ അടുത്ത് കിടക്കുന്നതായിരുന്നു. പിണങ്ങാനായിട്ട് എന്തൊക്കെ കാരണങ്ങളാണ് ദൈവമേ. ഓ, അങ്ങോട്ട് മാറ്. ഇതാരാ ഈ ആരുമില്ലാത്ത റൂമിൽ? രാമേ, ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ കണ്ടോ, 3നെ ഇന്നും അടിച്ചിറക്കിയെന്നാ തോന്നുന്നേ. ഏതായാലും ലൈറ്റ് ഓഫ് ആക്കാനെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റി. ദേ സിദ്ധോട്ടാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അടിച്ചിറക്കിയതല്ല. ഇതോ ഈ കിടക്കുന്ന സാധനത്തിനാണ് ഡെയിലി അടിച്ചിറക്കാറ്. ഞങ്ങൾ സ്വയമേ ഇറങ്ങി വരുന്നതാണ് അല്ലേ കേട്ടാ? അത് ന്യായമാവും പറഞ്ഞത്. ഞങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി വന്നതാ, അല്ലാതെ ഞങ്ങളാരും അടിച്ചിറക്കിയെന്നല്ല. അടിച്ചിറക്കിയ മുതലേ അതോ അങ്ങനെ തീർ കിടക്കുന്നത്. എൻ്റെ കർത്താവേ, എന്നാലും എൻ്റെ ആദമേ, നിനക്കൊരു മയത്തിലൊക്കെ അവനോട് പെരുമാറിക്കൂടെ? അതുകൊണ്ടല്ലേ എന്നും ഇങ്ങനെ തല്ലുണ്ടാവുന്നേ. ഇന്നെന്താണ് നീ അവനുമായിട്ടുള്ള പ്രശ്നം? ദയിച്ചായ, നിങ്ങളെൻ്റെ ചേട്ടനാന്നുള്ള കാര്യം ചിലപ്പോൾ ഞങ്ങൾ മറന്നോളയും കേട്ടോ. കുത്തിക്കൊന്നോളയും ഞാൻ. എന്ന് ഞാനാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നത്. പൊണ്ടാരം പിടിക്കാനായിട്ട് അവന് ഭ്രാന്തയച്ചായ. കോളേജിൽ 2 പിള്ളേരത്തെ പിടിച്ച് റാഗ് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ തല്ല്. ഉള്ള തലങ്ങണിയോ. ആ റൂമിലുള്ള സകലമാന സാമാനങ്ങളും അവ എടുത്ത് എൻ്റെ മണ്ടയിലെറിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് ഫ്ലവർ വൈസ് എടുത്ത് എറിയാൻ നിന്നപ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ ചെറുക്കൻ്റെ മണ്ട എറിഞ്ഞ് പൊട്ടിച്ചേനെ. അവനെ സഹിക്കുന്ന എനിക്ക് ഓസ്കാർ തരണം നിങ്ങൾ, ഓസ്കാർ. അപ്പോഴാണ് ഞാൻ അവനോട് മയത്തി പെരുമാറണമല്ലേ. ഞാൻ ചക്കരെ പൊന്നെ മാനെ തേനെ വിളിക്കാത്ത ഒന്നുമില്ല. എവിടെ എന്നെ ഇറക്കി വിട്ട് ദോ ഈ ബെഡ്ഷീറ്റും തലങ്ങണി എടുത്ത് എൻ്റെ മണ്ടയ്ക്ക് എറിഞ്ഞ് തരുന്നവരെ അവന് സമാധാനമില്ലായിരുന്നു. എൻ്റെ അമ്മേ, അൺസൈക്കബിൾ. അച്ചോടാ പാവം, അവനെയും കോളേജിൽ പറഞ്ഞു വിട്ടിട്ടേ
അവനോടൊന്നും പറയാണ്ട് അങ്ങോട്ടും കൂടി തെണ്ടിക്കൊണ്ട് പോകുമ്പോൾ ആലോചിക്കണം. ഏതായാലും കിടന്നോ, ലൈറ്റ് ഓഫ് ആക്കിയിട്ട്. ഗുഡ് നൈറ്റ്. ആ അതെ അതെ അതെ, കിടക്കാൻ നോക്ക്. ഞങ്ങളെന്നാ പോയി എൻജോയ് ചെയ്യട്ടെ അല്ലേ ബേബി? ബൈ, ഗുഡ് നൈറ്റ്. ഓ തെണ്ടി, ഇങ്ങേരുടെ ചേട്ടൻ തന്നെ കർത്താവേ. ഇങ്ങേർക്ക് എന്നും ബിരിയാണി തിന്നാനുള്ള യോഗമാണല്ലോ. ഇപ്പോഴും ഓ, ഇവർ തമ്മിൽ അടിയും കൂടൂലേ? ബിരിയാണിയാ എപ്പോ? ഇന്നതിന് രാത്രി ചപ്പാത്തി ആയിരുന്നല്ലോ നമ്മൾ തിന്നത്. അപ്പം ഇവിടെ ഇന്ന് ബിരിയാണി ആയിരുന്നാ? ഓ ദൈവമേ, എനിക്ക് ക്ഷമത. എടാ കയറിക്കിടയടാ, നാളെ മീറ്റിങ്ങും കോപ്പൊക്കെ ഉള്ളതാ. അങ്ങും ഇങ്ങൊന്നും പറഞ്ഞുകൊണ്ട് ഓടി നടക്കേണ്ടതാ. വന്ന് കിടാ, രാവിലെ എണീക്കണം. വാ. ഇതാ ഇവിടെ ഉള്ളൊരു പ്രശ്നം. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ബാക്കിയകത്ത് കൊഴുക്കട്ട കയറ്റി വെച്ചിട്ട് കയറി കിടക്കാൻ പറയും. അല്ല, അതങ്ങനെയല്ല ഇത്താത്ത. ആരെങ്കിലും പറയും പോലെ അല്ലല്ലോ. എനിക്ക് ഇത്താത്ത പറയുമ്പോൾ ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. പക്ഷേ എന്തോ ചെറിയൊരു പേടി പോലെ, വേണ്ടാത്തൊക്കെ സംഭവിക്കാൻ പോകുന്ന പോലെ. ശരിയാ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്നാലും ഞാൻ സേഫായിരിക്കുമല്ലോ അല്ലേ? ഓ എൻ്റെ പൊന്നിറുക്കേ, ഇവിടെ നീ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇപ്പം എന്താ ചെയ്യുന്നത്? AK ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ കീഴിൽ ജോലിക്ക് കയറുന്നു. അതും അവരുടെ PAയുടെ അതേ പോസ്റ്റിൽ നിൽക്കുന്ന അസിസ്റ്റൻ്റ് PA ആയിട്ട്. അത് ഞാൻ വാങ്ങി തന്ന ജോലിയാണ്. ഇതേ, നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി. അവിടെ നടക്കുന്ന എന്താണെന്ന് എന്നെ അറിയിച്ചാൽ മാത്രം മതി. വേറൊന്നും വേണ്ട. വേറൊന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. വേറെ ആരെയും കൊല്ലാനും കൊന്നിട്ട് വരാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത്താത്തെ നീ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയിച്ചു തന്നാൽ മാത്രം മതി. അതൊക്കെ ഞാൻ അറിയിച്ചു തന്നോളാം. പിന്നെ ചെറിയൊരു ഉൾഭയം, അതാ പറഞ്ഞത്. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത്താത്തൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാൻ എന്ത് വേണോ ചെയ്യും. ഇന്ന് ഞാൻ ഇത്രത്തോളം എത്തി നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ ഇത്താത്തയാ. എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു. ആരുമില്ലാതിരുന്ന എനിക്ക് ഒരു ചേച്ചി, എല്ലാം ഇത്താത്തയായിട്ട് വന്നില്ലേ. ഞാനെല്ലാം അറിയിച്ചോളാം ഇത്താത്ത. ഞാൻ സേഫായിട്ടിരിക്കുമെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ സേഫ് അല്ലെങ്കിലാ പ്രശ്നം. അതാ ഞാൻ ഇത്താത്തയോട് ഒന്നുകൂടെ ചോദിച്ച് ക്ലിയർ ചെയ്യാൻ വന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ ഇറങ്ങാൻ നോക്ക്. പിന്നെ നോക്ക്, നീ ഇതേതായാലും നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറയുമെന്ന് എനിക്കറിയാം. വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. സേഫായിട്ടിരിക്കണം, എല്ലാം ശ്രദ്ധിക്കണം. അറിയിക്കേണ്ടതെല്ലാം എന്നെ അറിയിക്കണം കേട്ടല്ലോ. നീ വേറൊന്നും ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട. ഫിദ, ആരാ ഇത്? ഈ കാക്ക ഇറക്കേ, നീ പൊക്കോ. നിനക്കത് ചെവി കേൾക്കത്തില്ലേ? ആരാ പയ്യൻ? അവനെന്താ ഈ നേരത്ത് നമ്മുടെ വീട്ടിൽ? അതിക്കാക്ക അതെൻ്റെ ഫ്രണ്ടാ. അവൻ എൻ്റെ ജൂനിയറായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്തിൽ. അങ്ങനെ പരിചയം. അവനെ സ്പോൺസർ ചെയ്യുന്ന ഞാനാ. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ. ഫിദ, കള്ളം പറയാതെ. നീ കള്ളം പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാം. നോക്ക് മോളെ, ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ശരിയാ, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു നീ എന്ത് ചെയ്താലും നിൻ്റെ കൂടെ ഞാൻ കാണുമെന്ന്. ഇപ്പോഴും പറയാം, നീ എന്ത് ചെയ്താലും ഞാൻ നിൻ്റെ കൂടെ കാണും.
പക്ഷെ അതിന് പുറത്തുനിന്ന് ഒരാളെ എടുക്കുന്നത് സേഫല്ല, അതിന് എന്തായിരുന്നാലും. പിന്നെ ഞാൻ നിൻ്റെ അടുത്ത് വീണ്ടും പറയുന്ന കാര്യമാണ്, വേണ്ട, മതിയാക്ക്. ശരിയാ, നമുക്കാ നഷ്ടം. പക്ഷെ എന്നാലും കുഴപ്പമില്ല, തെറ്റ് ചെയ്തിട്ടാണ് വാപ്പാക്ക് അങ്ങനെ സംഭവിച്ചത്, അല്ലാതെ വെറുതെ അല്ല. അത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്നിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് മതി എന്ത് ചെയ്യുന്നെങ്കിലും. പുറത്തെ പിള്ളേരെ നിറക്കി കളിക്കല്ലേ ഫിദ. ഇക്കാക്ക, ഞാൻ ആരെയും കൊല്ലാനോ കൊന്ന് തിന്നാനോ ഒന്നും പോകുന്നില്ല. അത് വന്നത് എറിക്കാബേൽ. അവനാരാ, അവൻ എനിക്കുമായിട്ടുള്ള ബന്ധം എന്താ, എല്ലാം ഞാൻ ഇക്കാക്കോട് പറയും. പക്ഷെ അതേതായാലും ഇപ്പോഴല്ല, ഇപ്പം അതിനുള്ള ടൈമും അല്ല. ഇക്കൊക്കെ പണ്ട് ഇങ്ങനെയാ, എല്ലാം വിട്ടാളാം, മറന്നാളാം, പോട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കത്തുള്ളെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിത് പറ്റത്തില്ല. എൻ്റെ വാപ്പായ ചത്തത് അല്ല, കൊന്നത്. അങ്ങനെ എന്നെ പറയേണ്ടത്. അവന് അവരുടെ കമ്പനിയിൽ ജോലി കിട്ടി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നോടൊന്ന് പറയുകയും ചോദിച്ചു. അവൻ പറയാമെന്നും പറഞ്ഞു. ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. ഇതെങ്കിലും ഞാൻ ഒന്ന് ചെയ്തോട്ടെ. അവിടെ നടക്കുന്ന കാര്യങ്ങളെങ്കിലും എനിക്കറിയണം. സങ്കടമാണെങ്കിൽ സങ്കടം, അതറിഞ്ഞ് എനിക്ക് സന്തോഷിക്കണം. സന്തോഷമാണെങ്കിൽ എനിക്ക് കിട്ടാത്തതിനെ ഓർത്ത് വിഷമിക്കണം. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനതും ചെയ്യാൻ പോകുന്നില്ല. അതോർത്ത് ഇക്കാക്ക പേടിക്കുകയും വേണ്ട. പിന്നെ ഇക്കാക്ക ഇത്ര പാവമാവരുത്. ഇക്കാക്ക എന്തെങ്കിലും പുറകോട്ട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വാപ്പ, ഇക്കാക്കയുടെ പ്രണയം എല്ലാം അവരാ കൊണ്ടുപോയത്. ആ ശിവപ്രസാദിൻ്റെ മക്കള് എല്ലാം എൻ്റെ പ്രണയം, ഇക്കാക്കയുടെ പ്രണയം എല്ലാം. ഇക്കാക്കാക്ക് ഇന്ദ്രിയ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അവനുമായിട്ടുള്ള ഓരോ മൂമെൻറ്റും അന്നല്ലാതെ ഇക്കാക്ക പിന്നീട് എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ. ഇങ്ങനെ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുന്നത് ശരിയാണോന്ന് ആലോചിച്ച് നോക്കിക്കാക്ക. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്ക്. എന്ത് രസമായിരുന്നു ഇക്കാക്കയും ഇന്ദ്രിയും. ശരിയാ. കൂട്ടം കീലുങ്ങിടും അറിയൂമേ കാതിലുണ്ടലു കാത്തുമാല മാറിലും പൂനിറഞ്ച കാർമുടിയും തണ്ടണിഞ്ചലഞ്ച കാലും ഗന്ധമേറും അമ്പകസ്തൂരിമേ പനിനീറ്റിലാടിയാൻ മോയമ്പ് തുണയായിരിക്കേണോ അലങ്കാരമങ്ങാനാദരിച്ചു കാട്ടേണോ. നോക്ക് ഫിദ, ഇതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. അന്ന് എല്ലാവരുടെയും സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ വേറെ തരത്തിലായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിച്ച് വീണ്ടും നീ എന്നെ ഭ്രാന്തനാക്കണ്ട. എനിക്ക് മനസ്സിലാവും ഇന്ദ്രേ. അതുപോലെ വേറെ ആരെയും ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല. എന്ത് ചെയ്താലും അത് നീ എന്നോട് പറയണം. ഞാൻ കൂടെ കാണും. പക്ഷെ അതിലുപരി എനിക്ക് നീയാ വലുത്. എനിക്കിപ്പം നീ മാത്രമേ ഉള്ളൂ, നീ മാത്രം. ഞാൻ ഒരാളെ കാണാനായിട്ട് പോവാ.
AK ഗ്രൂപ്പ്സിൻ്റെ ഒരു PA ചെക്കനുണ്ട്. കുറേ നാളായി എൻ്റെ പിറകെ തന്നെ കറങ്ങിക്കൊണ്ട് നടക്കുന്നു. എന്താ അവൻ്റെ ഉദ്ദേശമൊന്നും അറിയത്തില്ല. പക്ഷേ ഇന്നവൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ആ കറക്കം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഇറങ്ങുക. എടുത്തയാടി ഓരോന്ന് കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ. പിറകെ നടക്കുന്നെന്ന് പറഞ്ഞ ഇക്കാക്ക എന്താ ഉദ്ദേശിക്കുന്നത്? ആ ചെറുക്കന് ഇക്കാക്ക ഇഷ്ടമാണെന്നോ? ഇക്കാക്കക്ക് മൂവ് ഓൺ ചെയ്തുകൂടെ ഇനിയെങ്കിലും? എല്ലാം മറന്ന് ഇന്ദിര അവനിപ്പോൾ ഓക്കെയാണ്. അവന് വേറെ ലൈഫായി, ബന്ധങ്ങളായി, സ്വന്തങ്ങളായി, എല്ലാം ആയി. ഇക്കാക്ക എന്തിനിങ്ങനെ ഒറ്റയ്ക്ക്? ഞാൻ മൂവ് ഓൺ ചെയ്യാം. ഞാൻ നിന്നോട് ഇതേ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. നിനക്ക് ആദമിനെ മറന്നിട്ട് വേറൊരാളെ സ്വീകരിക്കാൻ പറ്റുമോ? എന്താ തല കുനിച്ചളഞ്ഞത്? പറ്റില്ല. അതുപോലെ തന്നെ നിൻ്റെ ഇക്കാക്കും ഒരു പ്രണയമേ ഉള്ളൂ. അത് ഇന്ദിരയാ. അവനിൽ തുടങ്ങി അവനിൽ തന്നെ അവസാനിച്ചു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. ഞാൻ ഇറങ്ങുക. എല്ലാം ആ നശിച്ച ഫാമിലി കാരണം എല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാം ആ കാശി, ആ അങ്കിത്, ആ കാളിദാസ്, ഒരുത്തനെയും വെറുതെ വിട്ടൂടാ. ഒരുത്തനെയും. എൻ്റെ കാക്ക എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതായിപ്പോൾ. ഞാനും അതെ. എൻ്റെ പ്രണയം എല്ലാം ഞങ്ങളിൽ നിന്ന് എല്ലാം അവരെടുത്തു. എല്ലാം തരില്ല ഞാൻ ഒരിക്കലും. എന്താടോ താൻ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇതിപ്പോൾ കുറേ നേരമായി ഇങ്ങനെ മുഖം നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. കാര്യം പറ. എന്താ തനിക്ക് പറയാനുള്ളത്? അത് ആക്ച്വലി ആസിം, എൻ്റെ വീട്ടിൽ ഞാനും പപ്പയും അനിയത്തിയുണ്ട്. ഐഷു എന്നാണ് വിളിക്കുന്നത്. കാശീനെ അറിയത്തില്ലേ? അവനുമായിട്ട് ഭയങ്കര കൂട്ടാ. ഇതൊക്കെ എന്തിനാ തന്നോട് പറയുന്നതെന്നായിരിക്കും അല്ലേ? എനിക്ക് അസീനെ ഇഷ്ടമാണ്. കുറേ നാളായി പറയണമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ പിറകെ നടന്ന് കോഴിത്തരം കാണിക്കാമെന്ന് വിചാരിച്ചാലോന്ന് വിചാരിച്ചിട്ടാ പെട്ടെന്ന് തന്നെ പറഞ്ഞത്. എനിക്കറിയാം വിചാരിച്ച് കാണുമെന്ന് എനിക്കറിയാം. എന്നാലും പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഐ ലവ് യു. കോഴിയാണെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതാ. ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തനിക്ക് പറയാനുള്ളതെന്നും. അങ്ങനെ കോഴിയാന്ന് വിചാരിക്കാൻ മാത്രം മണ്ടനൊന്നുമല്ല ഞാനും പ്രണയിച്ചിട്ടൊക്കെ ഉണ്ടോ. തനിക്ക് എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാമല്ലോ. അങ്ങനെ അറിയാമെന്നുള്ള ഒരാളോട് എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പറയാം, ഐ എം റിയലി സോറി ഡോ. ഒരിക്കലും പ്രണയം നിരസിക്കുന്നത് ഒരാൾക്ക് താങ്ങാൻ പറ്റത്തില്ല, അതെനിക്കറിയാം. പക്ഷേ ഞാൻ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ അത് അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് പറ്റത്തില്ല. എന്നാ ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോവല്ലേ. ഞാൻ പറയട്ടെ, എനിക്കറിയായിരുന്നു ആസിം ഇതായിരിക്കും പറയാൻ പോകുന്നതെന്ന്. കണ്ണും പൂട്ടി എൻ്റെ ലവ് അങ്ങ് റിജക്റ്റ് ചെയ്യുമെന്നും അറിയായിരുന്നു. ആസിക്ക് അറിയാമല്ലോ ഞാൻ ഏത് കമ്പനിയുടെ PA ആണെന്ന്. AK ഗ്രൂപ്പ്സിനെ കുറിച്ച് ഏകദേശം പിടിയൊക്കെ കാണുമല്ലോ അല്ലേ? അവരുമായിട്ടുള്ളൊരു ഡീലിൻ്റെ കാര്യം സംസാരിക്കാനായിട്ട് ഞാനൊരു 1000 പ്രാവശ്യം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പവറിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. എനിക്ക് വേണമെങ്കിൽ ആസീനെയും ആസീൻ്റെ സ്നേഹവും പിടിച്ചു വാങ്ങാൻ നിമിഷ നേരം മതി. എന്നെക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കരുത്. ഭീഷണിയാണോ? എങ്ങനെ വേണോ എടുക്കാം, അതൊക്കെ ആസിയുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് വേണമെന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നതിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലും തെറ്റില്ലല്ലോ. അതേത് വഴിയെ കൂടെ ആയിരുന്നാലും സ്വന്തമാക്കുന്നതാണ് ഹീറോയിസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ
വളഞ്ഞ വഴികൾ ഞാൻ പ്രയോഗിക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭീഷണിയായിട്ടും എടുക്കാം, അല്ലാതെ എടുക്കാം. അതൊക്കെ ആസിമിൻ്റെ ഇഷ്ടം. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ എടുക്കാം, ഭീഷണിയായിട്ട്. ഋഷി അല്ലേ? ഋഷി, ആസി എന്നും പ്രണയത്തിന് മുമ്പ് മാത്രമേ തോറ്റിട്ടുള്ളൂ. അവിടെ ആസി തോറ്റു പണ്ടാരം അടങ്ങിയിട്ടുണ്ട്. ഇനി അതിന് ആസിയെ കിട്ടത്തില്ല. അതിന് പിടിച്ചു വാങ്ങിയിട്ടായാലും അല്ലാതെ ആയിരുന്നാലും. പിന്നെ നിൻ്റെ ഈ AK ഗ്രൂപ്പ് ഒരുപാട് അറിഞ്ഞിട്ട് ആസി ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ച് ആസിയെ പേടിപ്പിക്കേണ്ട. ഒന്നുമില്ല നഷ്ടപ്പെടാൻ, ഒന്നും. മൊത്തത്തിലെല്ലാം ഖാലി. എന്നെ പ്രവോക്ക് ചെയ്യുന്നത് നിനക്കും എനിക്കും നല്ലതിനായിരിക്കില്ല. അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്ക്. ഇനി നമ്മൾ കാണാതിരിക്കട്ടെ. ശരി, ഭീഷണി മടക്കി 4 പോക്കറ്റ് തന്നെ വച്ചോ, അല്ലെങ്കിൽ AK ഗ്രൂപ്പ്സിന് കൊണ്ട് കൊടുക്ക്. സ്നേഹമൊന്നും ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങേണ്ടതല്ല ഋഷി. അത് നീ ആദ്യം മനസ്സിലാക്കും. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു. ഞാൻ കുറച്ച് ഓവറായിരുന്നു. അച്ഛനെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിച്ചതാ. അത് ഫ്ലോപ്പായി. എന്തായാലും പുള്ളിക്കാരൻ്റെ പിറകെ നടന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായല്ലോ. ഇവനിത് എവിടെ പോയി? എന്താണ് മോനെ എറിക്കാബേലെ ഇവിടെ വന്നൊരു നിപ്പ്? മാനത്തെന്തേലും എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. കിടക്ക സമയമല്ലേ? സമയം കണ്ടോ? 12:30 കഴിഞ്ഞു. ഇനി എപ്പോഴാണ് കിടക്കാൻ പോകുന്നത്? ഫുഡും കഴിച്ചില്ല. എന്താണാവോ അടിയൻ്റെ ഈ മനസ്സിനകത്തുള്ളത്? മൊഴിഞ്ഞാലും ഞാനത് കേൾക്കട്ടെ. എനിക്ക് നിൻ്റെ ഫുഡും വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് തോന്നുമ്പോൾ ഞാൻ വന്ന് കിടന്നോളാം. മനഃപൂർവ്വ, എനിക്കതറിയാം. എന്ത് മനഃപൂർവ്വമാന്ന്? ഇതേ ചെറുക്ക, എന്നെ വെറുതെ വട്ട് കയറ്റല്ലേ. നീ കാര്യം പറ, എന്താ നിൻ്റെ പ്രശ്നം? ഇതേ പട്ടര, നിങ്ങൾ മനഃപൂർവ്വം ഇത് കാണിക്കുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ പ്രശ്നമേ നിങ്ങളാ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം നേരെ വണ്ണം ചോദിച്ചായിരുന്നു. നിങ്ങൾ അതിന് ഇതുവരെ മറുപടി തന്നിട്ടില്ല. നാളെ ആണെങ്കിൽ എനിക്ക് ജോയിനിങ് ചെയ്യണം. അത് ഞാൻ മറ്റന്നാളെ വരത്തുള്ളൂ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ റിപ്ലൈ തരാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? ഇന്നേ വരെ നിങ്ങളെ എതിർത്ത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുക, ഞാൻ പൊക്കോട്ടെ അവിടെ ജോലിക്ക്? പ്ലീസ് എന്തെങ്കിലും ഒന്ന് പറ. അപ്പം അതാണ് നിൻ്റെ പ്രശ്നം. നീ ജോലിക്ക് പോകുന്നതിന് എനിക്കൊരു കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. വെറുതെ ഇവിടെ കുത്തിയിരിക്കുന്നേക്കാളും നീ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതന്നെ എനിക്കിഷ്ടം. ഞാൻ മാത്രം പോയാൽ പോരല്ലോ, നീയും കൂടെ പോ. പക്ഷേ നീ പറഞ്ഞ വേറൊരു കാര്യമാണ് എനിക്കങ്ങോട്ട് ദഹിക്കാത്ത. എന്തോ നീ ഏതാണ്ട് തെറ്റ് ചെയ്യാൻ പോകും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരിയാ, നിനക്ക് അവരുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നിൻ്റെ ആകെ ഉള്ളൊരു റിലേറ്റീവാണ്. എല്ലാം ശരിയാ. പക്ഷേ വേണ്ട, അതെന്തോ ശരിയല്ലെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. അതാ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒന്നും പറയാത്തത്. ഇപ്പോഴാണ് സമാധാനമായ. അപ്പം ഞാൻ ജോലിക്ക് പോകുന്നതിന് ഇഷ്ടക്കേടൊന്നുമില്ല. ഇത്താത്ത ഇവിടെ വന്ന് കാര്യങ്ങൾ പറയുന്നതിനാണ് ഇഷ്ടക്കേട്. ഇത് ഈ വാ തുറന്നൊന്ന് മൊഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അറിയത്തില്ലായിരുന്നു എൻ്റെ പൊന്നു പട്ടറേ. ഇതേ നിങ്ങൾക്കറിയാലോ, ഒന്നുമില്ലായിരുന്നു, ഒന്നും. പുള്ളിക്കാരിയുടെ പാപ്പാടെ അവിഹിതത്തിലുണ്ടായതാ ഞാൻ. എന്നിട്ടും എന്നെ ഇങ്ങനെ നോക്കുകയും എൻ്റെ ചെലവുകളെല്ലാം നോക്കുകയും എന്നെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തില്ലേ? ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ നന്ദികേടാവത്തില്ലേ? അതുകൊണ്ടാ, അല്ലാണ്ട് താല്പര്യം ഉണ്ടായിട്ടല്ല. ഞാൻ വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, ആരെയും കൊല്ലുന്നില്ല, പിടിച്ചു പറിക്കുന്നില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ
എൻ്റെ ചേച്ചിയോടല്ലേ ഞാൻ വന്ന് പറയുന്നത്, എൻ്റെ ഇത്താത്തയോട്. അത് എൻ്റെ ഇത്താത്തയല്ലേ, അതെങ്ങനെ തെറ്റാവുന്നേ? പ്ലീസ് എൻ്റെ പൊന്നു ബട്ടരല്ലേ, നല്ല ബട്ടരല്ലേ, ഒന്ന് സമ്മതിക്കോ? നല്ല മനസ്സോടെ സമ്മതിക്കോ? ഞാൻ വേറെ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ജോലിക്ക് പോവും, തിരിച്ചു വരും, അത്രയേ ഉള്ളൂ. പ്ലീസ്. ശരി, പൊക്കോ. ഇനി ഞാനായിട്ട് നിൻ്റെ ഉള്ള ബന്ധം തകർക്കുന്നില്ല, പോരെ? ഇനി ഈ മോന്തയും പെരുക്കി വെച്ചുകൊണ്ട് നിൽക്കുകയൊന്നും വേണ്ട. പോയി ഫ്രഷായിട്ട് വാ, ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. ചെല്ലേ. താങ്ക് യു. എനിക്കറിയായിരുന്നു എൻ്റെ പട്ടര് സമ്മതിക്കുമെന്ന്. കാരണം എന്താ, നിങ്ങൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു ഇഷ്ടത്തിനും എതിര് നിൽക്കത്തില്ലെന്ന് എനിക്കറിയാം. ആടാ, അതെ, ആരോ പണ്ട് പറഞ്ഞ പോലെ ഏതോ. അയ്യോ വേണ്ട, പറയണ്ട. എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കതൊട്ട് മനസ്സിലാവത്തുമില്ല, എനിക്കതൊട്ട് കേൾക്കുകയും വേണ്ട. അതുകൊണ്ട് പറയാം, പറയണ്ട. ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് തിന്നിട്ട് മിണ്ടാതെ കിടന്നുറങ്ങിക്കോളാം ഏതെങ്കിലും മൂലയിൽ, പോരെ? ആടാ, അല്ലെങ്കിൽ ഞാൻ നല്ലത് പറയുമ്പോൾ നീ കേൾക്കരുത്. ചെറുക്കൻ്റെ കാര്യം. അവനവിടെ ജോലിക്ക് പോകുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതൊരു നോർമൽ കമ്പനിയായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. ഒരു സൈറ്റിലും അതിൻ്റെ സിഒമാരുടെ ഒരു ഡീറ്റെയിൽസും ഇല്ല. എല്ലാം പോട്ടെ, അതിൻ്റെ ഇടയിൽ കൂടെ അവനോട് ഞാനെന്ത് പറയാനാ? അവൻ്റെ ഹിത്താത്തല്ലേ അവള്. ശേ.